ആദ്യത്തെ മോഡൽ തുടങ്ങുമ്പോൾ യൂണിറ്റ് വൈസ് തുടങ്ങുമ്പം ഞാൻ ജസ്റ്റ് ഒന്നുകൂടി തിയറി ഫുള്ള് നോക്കും. ബിക്കോസ് ഓൾമോസ്റ്റ് ലാസ്റ്റ് ആകുമ്പോൾ തിയറി നോക്കാൻ സമയം കിട്ടത്തില്ലായിരിക്കും. അപ്പം അപ്സ് വരുമ്പോഴും ഡൗൺസ് വരുമ്പോഴും ഒരുപോലെ നിൽക്കുന്ന ഒരു സ്റ്റാഫ് തന്നെയായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. ബ്രില്യൻറ്റിൽ എല്ലാ ലെവൽ ക്വസ്റ്റ്യൻസ് ഇടുന്നതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ടഫ് ആകുമ്പോൾ എങ്ങനെ റാങ്ക് മാറാം എന്നുള്ള ഐഡിയ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ടെൻസ്ഡ് ആയിരുന്നില്ല. നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ആഴ്ച ചെല്ലുമ്പോഴും മാർക്ക് കുറഞ്ഞാലും ഈ ടീച്ചേഴ്സ് പറയും കുഴപ്പമില്ല, ഞാൻ കുറഞ്ഞാലൊന്നും ചോദിക്കാറൊന്നുമില്ല, കുഴപ്പമില്ല മോളെ, നല്ലതാണ്, അടുത്ത ആഴ്ച കൂടും, അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം ഹോസ്റ്റലാണെങ്കിൽ തന്നെ ഇപ്പം ഫുഡിൻ്റെ പ്രശ്നമായാലും ഹോസ്റ്റലിലെ ഫെസിലിറ്റീസിൻ്റെ ആയാലും എല്ലാം ഞങ്ങൾക്ക് മാക്സിമം സപ്പോർട്ട് തന്നിട്ടുണ്ട് മിസ്സ്. അത് അമ്മ തന്നെയാണ്. ഇപ്പം എനിക്ക് വല്ല പ്രശ്നങ്ങളുണ്ടാവണമെങ്കിൽ ഹോസ്റ്റലായാലും ക്ലാസ്സിലായാലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അമ്മ ഉടനെ തന്നെ അടുത്ത ദിവസം തന്നെ ഹോസ്റ്റലിൽ എന്നെ വന്ന് വിസിറ്റ് ചെയ്യുമായിരുന്നു. എനിക്കിഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടൊക്കെ തരുമായിരുന്നു. 2025 നീറ്റ് പരീക്ഷയിൽ 585 മാർക്ക് കരസ്ഥമാക്കി ഓൾ ഇന്ത്യ തലത്തിൽ 2823 റാങ്ക് നേടി ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ കൊല്ലത്തിൻ്റെ അഭിമാനമായി മാറിയ PJ ജാനകിയാണ് നമ്മളോടൊപ്പം ഇന്നുള്ളത്. ജാനകിയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. കൺഗ്രാറ്റുലേഷൻസ് മോളെ. താങ്ക് യു. ഇതൊക്കെ ആരൊക്കെ വന്നിരിക്കുന്നത്? ഇത് എൻ്റെ അമ്മ രജിതാസ്, അമ്മ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറാണ്. ഇതെൻ്റെ രണ്ടാമത്തെ ചേച്ചി ദേവേനി, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ 3rd ഇയർ. അത് ആദ്യത്തെ ചേച്ചി ശ്രീലക്ഷ്മി AK LLB കഴിഞ്ഞിട്ട് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോൾ ജാനകി, മോളുടെ +1 +2 പഠന കാലഘട്ടമൊക്കെ എവിടെയായിരുന്നു? ഏത് സ്കൂളിലാണ് പഠിച്ചത്? +1 +2 ഞാൻ അരവിന്ദ വിദ്യാമന്ദിരത്തിലാണ് പഠിച്ചത്, പള്ളിക്കത്തോട്. 10th വരെ പഠിച്ചിരുന്നത് MCC മൗണ്ട് കാർമൽ കോൺവെൻറ്റിലായിരുന്നു. ബ്രില്യൻ്റെ ഏത് പ്രോഗ്രാമിലായിരുന്നു മോൾ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഞാൻ ആദ്യമേ +1 +2 റെസിഡൻഷ്യൽ ബാച്ച് ചെയ്തായിരുന്നു. അത് അരവിന്ദ വിദ്യാമന്ദിരത്തിൽ തന്നെ. പിന്നെ ഇവിടെ റിപ്പീറ്റേഴ്സ് കോഴ്സ് കൊല്ലത്ത് ചെയ്തു. റിപ്പീറ്റർ കൊല്ലത്ത് ചെയ്തു. മികച്ച മാർക്കുകൾ നേടി കേരളത്തിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന വിദ്യാർത്ഥിയാണ്. അപ്പോൾ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നത് മോളുടെ പഠന രീതിയെ പറ്റിയാണ്. അതൊന്ന് വിശദമാക്കാമോ? ഞാൻ റിപ്പീറ്റേഴ്സ് കോഴ്സ് ചെയ്യുമ്പം ക്ലാസ്സിലിരിക്കുമ്പം സാറുമാർ പറയുന്നത് ഫുൾ കേൾക്കുമായിരുന്നു. പിന്നെ ഹോസ്റ്റലിൽ ചെന്നിട്ട് ഞാൻ തിയറി ഒന്നുകൂടി നോക്കില്ലായിരുന്നു, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലോട്ടാണ്. ബേസിക്കലി റിവേഴ്സ് സ്ട്രാറ്റജി ആയിരുന്നു എനിക്ക്. വീക്ക്ലി എക്സാം നടക്കുമ്പം ഫുൾ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് അവസാനത്തെ എക്സാം വരുന്നതിൻ്റെ തലേന്ന് ഞാൻ ജസ്റ്റ് തിയറി ഫുള്ള് ഒന്ന് ഓടിച്ച് നോക്കുമായിരുന്നു. എന്നിട്ട് എക്സാം എഴുതുമായിരുന്നു. സോ ബേസിക്കലി തിയറി വരുന്നത് ഫുൾ കവർ ചെയ്യാനും പറ്റും, ഒത്തിരി പ്രാക്ടീസും കിട്ടുന്നുണ്ടായിരുന്നു. അതായിരുന്നു മെയിൻലി ചെയ്യുന്നത്. പിന്നെ ഏറ്റവും അവസാനം മോഡലൊക്കെ ആയ സമയത്ത് ആദ്യത്തെ മോഡൽ തുടങ്ങുമ്പോൾ യൂണിറ്റ് വൈസ് തുടങ്ങുമ്പം ഞാൻ ജസ്റ്റ് ഒന്നുകൂടി തിയറി ഫുള്ള് നോക്കും. ബിക്കോസ് ഓൾമോസ്റ്റ് ലാസ്റ്റ് ആകുമ്പോൾ തിയറി നോക്കാൻ സമയം കിട്ടത്തില്ലായിരിക്കും. അപ്പം അത് നോക്കിയിട്ട് പിന്നെ ക്വസ്റ്റ്യൻസ് മാത്രം ടുവേർഡ്സ് ലാസ്റ്റ് വരെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുണ്ട്. മുൻപേ പഠനകാലത്ത് ബ്രില്യൻ്റെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? മെൻറ്റർ സിസ്റ്റം, ഡയറക്ടേഴ്സിന് സപ്പോർട്ട്, അതൊക്കെ ഒന്ന് വിശദമാക്കാമോ? ഇപ്പം വീക്ക്ലി എക്സാം നടക്കുന്ന സമയത്തായാലും മാർക്ക് ഒരേ റേഞ്ചിൽ അങ്ങനെ പോയിരുന്നില്ല. അപ്സും ഡൗൺസും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം അപ്സ് വരുമ്പോഴും ഡൗൺസ് വരുമ്പോഴും ഒരുപോലെ നിൽക്കുന്ന ഒരു സ്റ്റാഫ് തന്നെയായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. എസ്പെഷ്യലി ഹോസ്റ്റലിൽ ടീച്ചേഴ്സ് ഇപ്പം മാർക്ക് കൂടുതലാണെങ്കിൽ തന്നെ ഇപ്പം നമുക്ക് വല്ല വിഷമങ്ങളുണ്ടെങ്കിൽ തന്നെ, ഇപ്പം മാർക്ക് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും വല്ല വിഷമങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ പേഴ്സണലായാലും സ്റ്റഡി റിലേറ്റഡ് ആയാലും എല്ലാത്തിനും ടീച്ചേഴ്സ് വളരെ സപ്പോർട്ടീവായിരുന്നു. കോർഡിനേറ്ററിൻ്റെ കാര്യം പറയുവാണെങ്കിൽ വളരെ ഫണ്ണി ആയാലും വളരെ ജോളി ആയിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു. ഒരു സ്ട്രെസ് നമുക്കങ്ങനെ തരാതെ വളരെ ജോളി ടൈപ്പായിരുന്നു സാർ. നീറ്റ് പരീക്ഷ കഴിഞ്ഞ് ഹാളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്താ മോൾക്ക് തോന്നിയത്? ഒരു ടഫ് എക്സാം ആയിരുന്നല്ലോ, എന്നിട്ടും ഇത്രയും നല്ലൊരു സ്കോറിലേക്ക് എത്താൻ മോളെ സഹായിച്ചത് എന്തൊക്കെയാണ്? ഇപ്പം ഇറങ്ങി വന്നപ്പം എക്സാം ടഫാന്നുള്ള കാര്യം അറിയായിരുന്നു. ബ്രില്യൻറ്റിൽ എല്ലാ ലെവൽ ക്വസ്റ്റ്യൻസ് ഇടുന്നതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ടഫാകുമ്പോൾ എങ്ങനെ റാങ്ക് മാറാം എന്നുള്ള ഐഡിയ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ടെൻസ്ഡ് ആയിരുന്നില്ല. പ്ലസ് നമ്മളിപ്പം ഈസി എക്സാം ആവുകയാണെങ്കിൽ റാങ്ക് ഭയങ്കരമായിട്ട് ഡിഫർ ചെയ്യും. ഹാർഡ് ആകുമ്പം റാങ്കിന് വലിയ വേരിയേഷൻ വരാത്തതുകൊണ്ട് തന്നെ റിലാക്സ്ഡ് ആയിരുന്നു. എക്സാം ടൈമിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നിയ സബ്ജക്റ്റ് ഏതാ? അപ്പോൾ ആദ്യം അറ്റൻഡ് ചെയ്തൊക്കെ ഏത് സബ്ജക്റ്റ് ആയിരുന്നു? ആദ്യമേ ഞാനൊരു ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ആ ഒരു രീതിയിലാണ് പോയത്. ബയോളജി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ കുറച്ച് ടൈം ലാഗായിരുന്നു. പിന്നെ ഒത്തിരി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് വിചാരിച്ചപ്പം ഞാൻ കെമിസ്ട്രിയിലോട്ട് പോയി. ഞാൻ അവിടെ ഒത്തിരി നേരം വെയിറ്റ് ചെയ്തില്ല. കെമിസ്ട്രി ഓൾമോസ്റ്റ് എല്ലാം തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് കോൺഫിഡൻസ് കിട്ടി. ഫിസിക്സിലോട്ട് വന്നപ്പം ടൈം മാനേജ്മെൻറ്റ് കുറച്ച് പ്രശ്നം വന്നു. ബട്ട് ഓൾമോസ്റ്റ് എല്ലാം ഒന്ന് നോക്കാൻ പറ്റി. കവർ ചെയ്യാൻ പറ്റി. മേഡം, മകളുടെ ഈ നേട്ടത്തിൽ മാഡത്തിന് എന്താണ് പറയാനുള്ളത്? അഭിമാനം ഉണ്ട്, സന്തോഷമുണ്ട്. ജാനകിയുടെ പഠന കാലയളവിൽ ബ്രില്യൻ്റെ സപ്പോർട്ട് ഒന്ന് മാഡത്തിന് വിശദീകരിക്കാമോ?
നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ആഴ്ച ചെല്ലുമ്പോഴും മാർക്ക് കുറഞ്ഞാലും ഈ ടീച്ചേഴ്സ് പറയും കുഴപ്പമില്ല, ഞാൻ കുറഞ്ഞാലൊന്നും ചോദിക്കാറൊന്നുമില്ല, കുഴപ്പമില്ല മോളെ, നല്ലതാണ്, അടുത്ത ആഴ്ച കൂടും, അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ടീച്ചേഴ്സ് കുഴപ്പമില്ല, അവർ എന്നെ അങ്ങനെ എന്നോട് ഇങ്ങനെ പറയുമ്പോഴാണ് ഞാൻ അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുന്നത്. പിന്നെ എനിക്ക് നേരത്തെ ആ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിൽ നിൽക്കുമ്പോഴും ഇതൊക്കെ അറിയാമല്ലോ, ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം, അതുകൊണ്ട് മോളെ എപ്പോഴും ഞാൻ മോട്ടിവേറ്റ് ചെയ്യത്തുള്ളൂ. കുറഞ്ഞാലും തന്നെ ഒരിക്കലും ഞാൻ വഴക്ക് പറഞ്ഞിട്ടില്ല. കുറഞ്ഞാലും ഒരു കുഴപ്പമില്ലെന്ന് പറയും, കൂടിയാലും. അപ്പോൾ അയാൾ പിന്നെയും പഠിക്കും, നല്ലപോലെ പഠിക്കും. ബ്രില്യൻ്റെ മോഡൽ എക്സാമിനൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഉണ്ടാവും. നല്ല അവൾക്ക് ഗിഫ്റ്റൊക്കെ കിട്ടുമായിരുന്നു. എല്ലാ ഗൂഗിൾ മീറ്റിലും ഞാൻ കയറുമായിരുന്നു. അപ്പോൾ എന്തായാലും 50-ന് മേളിലൊക്കെ നിന്നേ റെഗുലറായിട്ട് കുറേ നാൾ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ 100-ലോട്ട് വന്ന് ഇപ്പോൾ ഇങ്ങനെ വന്നേ. കുട്ടിക്കാലം തൊട്ടേ ഇതുപോലെ പഠിക്കുന്ന കുട്ടിയായിരുന്നു? സ്വയം പഠിക്കും, സ്വന്തമായിട്ട് പഠിക്കും. കുട്ടിക്കാലത്തെ അച്ചീവ്മെന്റ്സ് ഒക്കെ ഒന്ന് പറയാമോ? അയാൾ സ്പോർട്സിലുണ്ട്, ഡാൻസ്, ഒരുപാട് ഡാൻസ് ചെയ്യുമായിരുന്നു. ഭരതനാട്യം, കുച്ചിപ്പുടി, സ്റ്റേജിൽ കയറുന്നതും ആക്ട് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടമാണ്. മോളുടെ ക്ലാസ് ടീച്ചേഴ്സിൻ്റെയും ഡയറക്ടേഴ്സിൻ്റെയും ഒക്കെ സപ്പോർട്ട് ഒന്ന് വിശദീകരിക്കാമോ? എൻ്റെ ക്ലാസ് ടീച്ചർ സ്നേഹ മിസ് ആയിരുന്നു. എല്ലാ പിള്ളേരോടും മിസ് ഇൻഡിവിജ്വലായിട്ടൊന്ന് സംസാരിക്കുകയും സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യായിരുന്നു. എൻ്റെ അടുത്തെന്ന് പറയുമ്പം ആദ്യം മുതൽ അവസാനം വരെ ഒരു സ്പെഷ്യൽ ബോണ്ട് തന്നെ മിസ് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഹോസ്റ്റലാണെങ്കിൽ തന്നെ ഇപ്പം ഫുഡിൻ്റെ പ്രശ്നമായാലും ഹോസ്റ്റലിലെ ഫെസിലിറ്റീസിൻ്റെ ആയാലും എല്ലാം ഞങ്ങൾക്ക് മാക്സിമം സപ്പോർട്ട് തന്നിട്ടുണ്ട് മിസ്. നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ തന്നെ മിസ് അത് ഉടനെ തന്നെ അവൈലബിൾ ആക്കി തരും മിസ്. പിന്നെ ക്ലാസ്സിൽ നടക്കുമ്പോൾ ഉള്ള കുറവുകളും നല്ല കാര്യങ്ങളും എല്ലാം മിസ് ഷെയർ ചെയ്യുകയും എല്ലാം ചെയ്യുമായിരുന്നു. ഡയറക്ടർ സന്തോഷ് സാറായിരുന്നു. സാറ് ക്ലാസ്സിൽ എല്ലാ ആഴ്ചയും വരുമായിരുന്നു, മോട്ടിവേഷണൽ സ്പീക്കെല്ലാം തരുമായിരുന്നു. സാറും വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. ഇൻഡിവിജ്വലി ഞങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. സ്റ്റഡി പ്ലാൻ എല്ലാം ഞങ്ങൾക്ക് തരുമായിരുന്നു. മോള് ഹോസ്റ്റലറായിരുന്നോ? അതെ. ഏത് ഹോസ്റ്റലാണ് നിന്നിരുന്നത്? ഞാൻ ഗാർനറ്റിലായിരുന്നു. അപ്പം ആ ഹോസ്റ്റൽ ലൈഫൊക്കെ ഒന്ന് പറയാമോ? ഹോസ്റ്റലിലെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യത്തെ കാര്യം ഫുഡായിരുന്നു ബെസ്റ്റ് കാര്യം. അവിടുത്തെ ഹോസ്റ്റലിലെ ഫുഡ് എന്ന് പറയുമ്പം എല്ലാവരും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഫുഡ് തന്നെ ഞങ്ങൾക്ക് തരുമായിരുന്നു. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പം ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയുമ്പം അത് തന്നെ കൊണ്ടുവരുമായിരുന്നു. ഹോസ്റ്റലിലെ ബാക്കിയുള്ള ഫ്രണ്ട്സ് ആയാലും എല്ലാവരും നല്ല ബോണ്ടിങ് ആയിരുന്നു. അവരെല്ലാവരും ബാക്കിയുള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കാനായാലും സഹായിക്കുമായിരുന്നു. ഹോസ്റ്റലിലെ വാർഡൻസ് ആയാലും ഞങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെക്ക് ചെയ്യും, ഞങ്ങളുടെ പഠിക്കുന്ന രീതികളെ മോണിറ്റർ ചെയ്യും. സാർ ഇടയ്ക്ക് വന്ന് വിസിറ്റ് ചെയ്യുമായിരുന്നു. ഞങ്ങൾക്ക് നല്ല മെൻ്റൽ സപ്പോർട്ട് തരുമായിരുന്നു. ആൻഡ് ഓവറോളി നല്ലൊരു ഹോസ്റ്റലായിരുന്നു. ബ്രില്യൻ്റെ ഫാക്കൽറ്റീസിനെ പറ്റിയും ഇ ലേണിംഗ് ആപ്പിനെ പറ്റിയും അതൊക്കെ മോൾക്ക് എത്രത്തോളം സപ്പോർട്ട് ആയിട്ടുണ്ടെന്ന് വിശദീകരിക്കാമോ? ഇ ലേണിംഗ് ആപ്പ് ടുവേർഡ്സ് ദ ഫസ്റ്റ് ഞാൻ അത്ര യൂസ് ചെയ്തിരുന്നില്ല, പക്ഷെ അത് എൻ്റെ അഭിപ്രായത്തേക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു. ബിക്കോസ് ഈ ഓരോ ഷോർട്ട് ഇപ്പം നമ്മൾ വല്ലതും മറന്നു പോയിട്ടുണ്ടെങ്കിൽ തന്നെ ആദ്യം മുതൽ അവസാനം വരെ ഒരു ഷോർട്ട് ക്വിക്കപ്പായിട്ട് നമുക്ക് എല്ലാം ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സും ഷോർട്ട് വീഡിയോസും എല്ലാം അവൈലബിൾ ആയിരുന്നു. പിന്നെ ഇപ്പം നമുക്ക് വല്ല മെഡിറ്റേറ്റ് ചെയ്യാൻ വല്ല തോന്നുവാണെങ്കിൽ അതുപോലത്തെ സോങ്സ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതും വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ബേസിക്കലി എൻ്റെ റൂമിൽ എല്ലാവരും മെഡിറ്റേറ്റ് ചെയ്യാനും വർക്കൗട്ട് ചെയ്യാനൊക്കെ വലിയ താല്പര്യം കാണിക്കുന്ന പിള്ളേരായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത്ര സമയം മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യായിരുന്നു. പിന്നെ ക്ലാസ്സസ് ഇപ്പം നമ്മൾ വല്ല മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആദ്യം മുതൽ കാണാനുള്ള ഫുൾ ക്ലാസ്സസ് ഉണ്ട്, ഇൻ ഡെപ്തും ഉണ്ട്, ഇൻ ഷോർട്ടും ഉണ്ട്. സോ അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ അതിനകത്ത് തന്നെ ടെസ്റ്റസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഡിഫറെൻറ്റ് ഡിഫിക്കൽറ്റി ലെവൽസ് ഉള്ള ടെസ്റ്റസ് ഉണ്ട്. ഈസി മോഡും ഉണ്ട്, മീഡിയം ഉണ്ട്, ഈസി ഉണ്ട്. ഓൾമോസ്റ്റ് ഈസി ടു മീഡിയം അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് 100 to 200 ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്യും. സോ അത് തന്നെ മോർ ദാൻ എനഫ് ആയിരുന്നു. ഡോക്ടർ ആകണം എന്നുള്ള ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി ഏറ്റവും പ്രചോദനമായത് ആരാണ്? അത് അമ്മ തന്നെയാണ്. ഇപ്പം എനിക്ക് വല്ല പ്രശ്നങ്ങളുണ്ടാവണമെങ്കിൽ ഹോസ്റ്റലിലും ക്ലാസ്സിലായാലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അമ്മ ഉടനെ തന്നെ അടുത്ത ദിവസം തന്നെ ഹോസ്റ്റലിൽ എന്നെ വന്ന് വിസിറ്റ് ചെയ്യുമായിരുന്നു. എനിക്കിഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടൊക്കെ തരുമായിരുന്നു. പിന്നെ ഇപ്പം ഞാനിപ്പോൾ ഒരു കോൾ ടൈമിന് വല്ലതും എനിക്കത്ര മൂഡ് അത്ര ശരിയല്ലെന്ന് തോന്നി ഉടനെ തന്നെ അമ്മ മിസ്സിനെ വിളിച്ചിട്ട് ചോദിക്കുമായിരുന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് ഫോൺ തരാനൊക്കെ പറയുമായിരുന്നു. അങ്ങനെ ഓവറോളി ഒരു ബെസ്റ്റ് സപ്പോർട്ടർ അമ്മ തന്നെ ആയിരുന്നു. പിന്നെ ക്ലാസ് ടീച്ചർ ഉണ്ടായിരുന്നു. ക്ലാസ് ടീച്ചർ എന്ന് പറയുമ്പോൾ ഇപ്പം എനിക്ക് വിഷമം ഇല്ലെങ്കിലും വിഷമം ഉണ്ടായാലും എല്ലാ പ്രാവശ്യവും എൻ്റെ കൂടെ ഒരുപോലെ നിൽക്കുന്ന ഒരു മിസ് തന്നെയായിരുന്നു. എപ്പോഴും വിളിച്ച് സംസാരിക്കും, ജോളിയായിരുന്നു. 2026 നീറ്റ് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളോട് മോൾക്ക് എന്താണ് പറയാനുള്ളത്? ഓവറോളി എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുമ്പം
നിങ്ങളുടെ കപ്പാസിറ്റീസ് വളരെ ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാം. ബട്ട് ഒരു കാര്യം കീപ്പ് ചെയ്യേണ്ടതെന്ന് പറയുമ്പം ഡിസിപ്ലിനാണ്. ഇപ്പം നിങ്ങളുടെ ഒരു കപ്പാസിറ്റി എന്ന് പറയുമ്പം ഒരു ചാപ്റ്റർ ഒരു ദിവസം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ 2 pages a day ആണെന്ന് വിചാരിച്ചോ, അത് എല്ലാ ദിവസവും അതുപോലെ ചെയ്യാൻ നോക്കുക. ഡോണ്ട് ബി ലൈക്ക് ഒരു ദിവസം ഒരു ഫുൾ ചാപ്റ്റർ പഠിച്ചിട്ട് അടുത്ത ദിവസം ഞാൻ ഒരു ദിവസം ഫുൾ ചാപ്റ്റർ പഠിച്ചുകൊണ്ട് 2 പേജ് പഠിക്കുക, അങ്ങനെയല്ല. നിങ്ങളുടെ ഒരു കപ്പാസിറ്റി നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് ഈച്ച് ആൻഡ് എവറി ഡേ ചെയ്യാൻ നോക്കുക. രാവിലെ 5 മണിക്ക് എണീക്കുമെന്ന് വിചാരിച്ചാൽ അത് 5 മണിക്ക് തന്നെ എണീക്കുക. രാത്രി 11 മണിക്ക് കിടക്കുമെന്ന് പറഞ്ഞാൽ 11 മണിക്ക് തന്നെ കിടക്കുക. അതിലൊരു കുറവ് വരുത്താതിരിക്കുക. അത് പിന്നെ ഹോസ്റ്റലിലായാലും ഒത്തിരി കൂട്ടിനൊന്നും പോകാതിരിക്കുക. ബേസിക്കലി നമ്മുടെ എയിം ആയിരിക്കണം നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും. ഇപ്പം കൂടെ ഉള്ളവർ ചിലപ്പം ഡിഫറെൻറ്റ് ഷെഡ്യൂൾസ് ഒക്കെ ആയിരിക്കും, പക്ഷെ നമ്മൾ നമ്മുടെ ഷെഡ്യൂളിലോട്ട് സ്റ്റിക്കപ്പ് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ 585 പോലൊരു ഡ്രീം സ്കോറിൽ നിൽക്കുകയാണല്ലോ, അപ്പോൾ ഏത് കോളേജാണ് മോള് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്? കേരളത്തിൽ ട്രിവാൻഡ്രം ആണ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്. പക്ഷേ എയിംസ് കിട്ടുവാണെങ്കിൽ അങ്ങനെ. മോളുടെ ആഗ്രഹം പോലെ മോളുടെ ഏറ്റവും ഫേവറേറ്റ് കോളേജിൽ തന്നെ അഡ്മിഷൻ ലഭിച്ച് ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളും വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് ഡിയർ. കൺഗ്രാറ്റുലേഷൻസ്.